അങ്ങനെ നമ്മളിപ്പോൾ രണ്ടാമത്തെ ദിവസത്തിലാണ് കപ്പലിൽ. രണ്ടാമത്തെ ദിവസമാകുമ്പോഴേക്ക് ഏകദേശം ഇന്നലെയാണ് നമ്മൾ കൊച്ചിയിൽ നിന്ന് കയറിയത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ രണ്ടാമത്തെ ദിവസം. ഇന്ന് നമ്മൾ നേരെ കവരത്തി ദ്വീപിലെത്തി. ഏകദേശം ഒരു 11 മണി ആ സമയത്താണ് കവരത്തി ദ്വീപിൻ്റെ അടുത്തെത്തിയത് കപ്പൽ. അപ്പോൾ കവരത്തി ദ്വീപിൽ എത്തിയപ്പോൾ ആൾക്കാരൊക്കെ വന്ന് പുറത്ത് നിന്നിട്ട് നോക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മളെ അനാർക്കലിയിൽ കാണുന്ന ആ ഒരു ലൈറ്റ് ഹൗസാണ് ഇത്. അപ്പോൾ പോർട്ടിലുള്ള ആൾക്കാർ വന്നിട്ട് കപ്പൽ വാർഫിലോട്ട് അടുപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കപ്പൽ പതിയെ വാർഫിലോട്ട് ഇങ്ങനെ അടുപ്പിക്കുകയാണ് ഇപ്പോൾ. JCB കൊണ്ടുവന്നിട്ട് ഈ ഒരു കോണി വെച്ചിട്ടാണ് അതിലൂടെയാണ് നമ്മൾ ഇറക്കണത്. അപ്പോൾ ഇങ്ങനെയാണ് കപ്പലിൽ നിന്ന് ഇറങ്ങണത്. അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് കയറിയതുപോലെ തന്നെയാണ് ഒരു ലാഡർ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിലൂടെയാണ് നമ്മൾ ഇറക്കുക. പിന്നെ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലോട്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. കപ്പലിൽ കൊണ്ടുവന്നിട്ട് അത് ഒരു ചിലങ്കിൽ തൂക്കി ഇറക്കുകയാണ് ചെയ്യുക. അങ്ങനെ കപ്പലിൻ്റെ അടുത്ത് നിന്ന് വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് കുളിച്ച് ഫ്രഷായിട്ട് നേരെ പോയത് ജെട്ടിയിലോട്ടായിരുന്നു. അവിടെ കുറച്ച് നേരം പോയി ഇരുന്നിട്ട് ഇവിടെ പെട്രോൾ പമ്പൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ സൂപ്പർ മാർക്കറ്റും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി. പിന്നെ ഇതിപ്പോൾ പിറ്റേ ദിവസമാണ്. മുടിയൊക്കെ വെട്ടിയിട്ട് ഇപ്പോൾ കടലിൽ കുളിക്കാൻ പോകാനുള്ള പ്ലാനിലാണ്, കടലിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇതാണ് കീളാബ, അതായത് വെസ്റ്റ് സൈഡ്. വെസ്റ്റ് സൈഡിന് ഈസ്റ്റ് സൈഡിനാണ് നമ്മൾ പറയണത് കീളാബ എന്നാണ്. അപ്പോൾ കീളാബയിലാണ് നമ്മളിപ്പോൾ കടലിൽ കുളിക്കാൻ വേണ്ടി വന്നത്. അത്യാവശ്യം തിരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെയാണ് കറക്റ്റായിട്ട് ഇറങ്ങാൻ പറ്റിയ സ്ഥലം എന്നിങ്ങനെ നോക്കുകയാണ് ഇവിടെ നിന്നിട്ട്. ഈ ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് നല്ല സ്ഥലം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോവാണിപ്പോൾ.
ഇപ്പോൾ വെയിലിറക്കത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ വെള്ളം കുറഞ്ഞ് വരുന്ന സമയമാണ്. അപ്പോൾ വെള്ളം കുറയുന്നതിന് മുമ്പ് നമുക്ക് കുളിച്ചിട്ട് കയറണം. നല്ല തിര ഉണ്ടായിരുന്നു കേട്ടോ. നോക്കിയപ്പോൾ നല്ല വലിയ വലിയ തിരകളൊക്കെ കാണുന്നുണ്ട്, കണ്ടില്ലേ? അങ്ങനെ അവസാനം ഞാനിപ്പോൾ ഇറങ്ങുകയാണ്, കടലിലോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കയറാണ്. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകാൻ പോവാണ്. കടലിന് കിട്ടിയത് എന്താ? ഫ്രൈഡ് റവ, വറുത്ത റവ കടലിന് കിട്ടിയതാണ്. നല്ല കപ്പലും മുങ്ങിയപ്പോൾ വന്നതായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നേരത്തെ ക്യാമറ പിടിച്ചിരുന്നത് അനിയത്തിയായിരുന്നു. പിന്നെ കടലിൽ കുളിച്ച് പോണത് കൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്. ഇപ്പോൾ നല്ല വിശപ്പുണ്ട് കേട്ടോ. പിന്നെ പോണ വഴിയിലൊക്കെ ഫുള്ള് പ്ലാസ്റ്റിക് ആയിരുന്നു. പിന്നെ ഈ കടലിൽ ഈ കിളാവ ഈ സൈഡിൽ ഇങ്ങനെ ഷാബുക്ക് എന്ന ഈ മരത്തിന് പറയാം ഞങ്ങളുടെ നാട്ടിൽ. ഇവിടെ എന്താ പറയാമെന്നറിയില്ല, കേരളത്തിൽ എന്താ ഇതിന് പറയണമെന്നറിയില്ല. ഇതാണ് അതിൻ്റെ ഇലമാതിരിയുള്ള സാധനം, ഉണങ്ങിയതാണ്. പിന്നെ ഇവിടെ ആരോ കുളിക്കാൻ വന്ന ആരോ പാൻറ്റ് മറന്നു പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ക്രിക്കറ്റ് ഗ്രൗണ്ട് കാണുന്നുണ്ട്. ഈ സൈഡിൽ ഈ ദ്വീപിൽ വന്നാൽ നമ്മൾ ശ്രദ്ധിച്ചേക്കണം, റോഡിൻ്റെ സൈഡിലൂടെ ഇതേപോലെയുള്ള ഒരു ചെടി, ഇതിന് എന്താ പേര് പറയണമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ പേര് അറിയാവുന്നവരൊന്ന് കമൻറ്റിൽ പറയാം. അപ്പോൾ പിന്നെ നേരെ വന്നിട്ട് നല്ല ഫുഡ് ഉണ്ടായിരുന്നു, ചോറും പച്ചക്കറിയും പിന്നെ ഇത് മുട്ടക്കറി. അപ്പോൾ അതും കൂട്ടി നല്ലൊരു പിടി പിടിച്ചിട്ട് നേരെ കിടന്നുറങ്ങി.